ഉയർപ്പ് ഒന്നാം തിങ്കൾ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. സമാധാനദാതാവായ യേശു. ഈശോയുമായുള്ള പരസ്പര സഹവാസമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കാതൽ. ഞാൻ ജീവിക്കുന്നു, അതിനാൽ നിങ്ങളും ജീവിക്കും. ഈ സഹവാസം സാധ്യമാകണമെങ്കിൽ ഈശോയാകുന്ന തായ്തണ്ടിനോടൊട്ടി ചേർന്ന് നിൽക്കണം. അവനെ സ്നേഹിക്കണമെന്ന് ചുരുക്കം. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും. ദൈവത്തിൻ്റെ സ്നേഹം വ്യവസ്ഥകളോ ഉപാധികളോ ഇല്ലാത്തതാണ്. എന്നാൽ മനുഷ്യനത് അനുഭവവേദ്യമാകണമെങ്കിൽ ദൈവസ്നേഹത്തിലൂടെ മാത്രമേ കഴിയൂ. അപ്പോൾ അത് ത്രിയേക ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറുന്നു. വചനം പാലിക്കുന്നവനെ പിതാവും സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് വാസമർപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തേക്കാൾ അവൻ ഇഷ്ടപ്പെടുന്ന വാസസ്ഥലം മനുഷ്യഹൃദയമാണ്. അതുകൊണ്ടാണല്ലോ അവൻ മനുഷ്യഹൃദയങ്ങളിൽ സദാ മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ദൈവം വസിക്കുന്ന മനുഷ്യജീവിതം സ്വർഗതുല്യമാകും. സ്വർഗം വന്നിറങ്ങി വസിക്കുന്ന വ്യക്തി സമാധാനം അനുഭവിക്കുന്നവനും സമാധാനം പകർന്നു കൊടുക്കുന്നവനുമാകും. പാപഫലമായി മനുഷ്യന് നഷ്ടപ്പെട്ട സമാധാനം വീണ്ടെടുത്ത് നൽകാനാണല്ലോ അവൻ കുരിശിൽ ബലിയർപ്പിക്കപ്പെടുകയും ഉയർപ്പിക്കുകയും ചെയ്തത്. പാപരഹിതമായ ഒരു ജീവിതമാണ് ഈ സമാധാനം അനുഭവിക്കാനുള്ള മാർഗം. അപ്പോൾ നാം ഈശോയിൽ ഒന്നാവുകയും അവൻ്റെ സമാധാനമാകുന്ന ആത്മാവ് നമ്മിൽ നിന്ന് നിറയുകയും